വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. SITയുടെ രണ്ടാം ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അതിൽ നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഉള്ളത്. ഒരു കാരണവശാലും അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മിനിറ്റ്സിൽ ക്രമക്കേടുണ്ട്. ഈ വർഷം ജൂലൈ വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തവണ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മിനിറ്റ്സിൽ വന്നിട്ടില്ല എന്നതുൾപ്പെടെയുണ്ട്. ഒപ്പം കോടതി പറയുന്നത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ നിലനിൽക്കും എന്നുള്ളത് SIT പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ SITക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ് എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. കോടതി നടപടിക്രമങ്ങൾ അവസാനിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ്. ഏതായാലും ശരിയായ രീതിയിൽ അന്വേഷണം പോകുന്നു എന്ന് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥർ ആ കാര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. കോടതി എല്ലാ കാലവും ആ തരത്തിലേക്ക് തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു കൊള്ള അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്നത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ശാസ്ത്രീയ പരിശോധന വേണം എന്നതാണ് SIT ആവശ്യപ്പെട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന്റെ പകർപ്പുണ്ടാക്കിയിട്ടുണ്ട്. വാതിൽപ്പാളിയുടേത് ഉൾപ്പെടെ പകർപ്പുണ്ടാക്കി. അതൊക്കെ അങ്ങേയറ്റം നിയമവിരുദ്ധമായ നടപടിയാണ് നടന്നിട്ടുള്ളത് എന്നത് കോടതിയും ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ഇത്തവണത്തെ റിപ്പോർട്ടിലും ഗുരുതരമായ പരാമർശങ്ങൾ ദേവസ്വം ബോർഡിനെതിരെയുണ്ട്, നിലവിലെ ഭരണസമിതിക്കെതിരെയുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം. അപ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഉൾപ്പെടെ എന്നുള്ളതാണ്. വിപിൻ സി വിജയൻ തുടരുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. വിപിൻ, ഇതിലിപ്പോൾ വലിയ വിമർശനം കോടതി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ ഭരണസമിതിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു കോടതി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ അനുജ, ഇപ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊന്നുള്ളത് അഴിമതി നിരോധന നിയമം ഇതിൽ നിലനിൽക്കുമോ എന്നുള്ളത് പരിശോധിക്കണമെന്നുള്ളത് SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പൊതു പദവിയിൽ ഇരുന്നു കൊണ്ട് ഈ അഴിമതിക്ക്, അതായത് അവിടെ നടന്ന ഒരു കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നു, ആ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരു കൃത്യവിലോപം നടത്തിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് അഴിമതി നിരോധന നിയമത്തിൽ നിലനിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള കേസ് കൂടിയായി എടുക്കുക, കുറച്ചുകൂടി ഗൗരവമുള്ള വകുപ്പ് അതിൽ കൂടി ചുമത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ, നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുക. അപ്പോഴേക്കും ഇതിൽ കുറച്ചുകൂടി സമയം വേണമെന്നുള്ളത് SIT ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 3 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ സ്വർണം പോയ വഴികൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ അത് കുറച്ച് ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം നിൽക്കാതെ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, ഈ ഒരു കണ്ണികൾക്ക് അപ്പുറത്തേക്ക് ഉന്നത തല ഗൂഢാലോചന എത്രത്തോളം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി പറയേണ്ടത്. ഇപ്പോൾ ഈ ഇടക്കാല റിപ്പോർട്ടിനെ നമുക്ക് ഇങ്ങനെ ചുരുക്കാം. അതായത് അവിടെ നിന്ന് ഒന്നും പറയാനുമില്ല, എഴുതാനുമില്ല, എല്ലാം തോന്നിയ പോലെ എന്നുള്ള പോലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ആളുകളെല്ലാം തന്നെ മൗനം പാലിച്ചു, ഇതിന് കൂട്ടുനിന്നു. അത് എത്രത്തോളം ആ വെട്ടിപ്പിന്റെ പങ്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു മൗനം പാലിച്ചത്, എന്തുകൊണ്ട് അതിന് മിനിറ്റ്സ് ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇവരെയൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ളത് നിസ്സംശയം പറയാം. അങ്ങനെയെങ്കിൽ കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഇതിൽ നിലനിൽക്കുന്നു. ഉന്നതതല ഗൂഢാലോചന, ഉന്നതതലത്തിലേക്കുള്ള ചോദ്യം ചെയ്യലൊക്കെ വരും ദിവസങ്ങളിൽ കൂടി പ്രതീക്ഷിക്കാം. പക്ഷേ ഒന്നിനും ഒരു രേഖയുമില്ലാതെ അവിടെ വലിയൊരു വെട്ടിപ്പ് നടന്നു എന്നുള്ളത് രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് വരുമ്പോൾ വ്യക്തമാകുന്നു. അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തിക്കൊണ്ട് സർവ്വസ്വതന്ത്രമായിട്ട് തോന്നിയതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയമാണ് അനുജ. അതെ, ദേവസ്വം ബോർഡിനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം അത് കേസെടുക്കുന്നത് നിലനിൽക്കുമോ എന്നുള്ളത് പരിശോധിക്കാൻ SITക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഗുരുതരമായ പരാമർശങ്ങൾ നിലവിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കെതിരെ ഉണ്ട് എന്നുള്ളതും കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.